കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും പലപ്പോഴും സാബുവിനെ അപമാനിച്ചിറക്കിവിട്ടെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. ശസ്ത്രക്രിയ ആവശ്യത്തിനായി മകന്റെ റിക്വസ്റ്റിൽ 2 ലക്ഷം ആവശ്യപ്പെട്ടതിൽ 80,000 രൂപ നൽകി. ബാക്കി തുകയ്ക്കായി ചെന്നപ്പോൾ സാബുവിനെ ബാങ്ക് ജീവനക്കാർ മർദ്ദിച്ചു. തുടർന്നാണ് ബാങ്ക് മുൻ പ്രസിഡന്റ് VR സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം വന്നതെന്നും മേരിക്കുട്ടി പറഞ്ഞു. അമ്മയുടെ ചികിത്സയ്ക്ക് എനിക്ക് എന്റെ അമ്മയെ വേണം, ജീവനോട് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ 40,000 രൂപ തന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം മൊത്തം ഒരു 80,000 രൂപ എല്ലാം കൂടെ തന്നു പൈസ. അത് കഴിഞ്ഞ് 80 രൂപ അവിടെ കെട്ടിവെച്ചു. 80 രൂപയും കൊണ്ട് വല്ല ആവും. ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ബില്ല് നിങ്ങൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവർ തരുന്നില്ല. അത് കഴിഞ്ഞ സാവു രാവിലെ പൈസയ്ക്ക് വേണ്ടി ചെന്നു. അതും കടയടച്ചിട്ടേച്ചാ പോകുന്നു. കടയടച്ചിട്ടേച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മറ്റേ ബിനോയ് എന്ന് പറയുന്ന പുള്ളി പോടാ പുല്ല എന്നൊരു വിളി, പോടാ പുല്ല പൈസ മേടിച്ചോണ്ട് പോകുന്നതാണല്ലോ. അവരന്നേരം ജീപ്പയിലെ കുറെ കേക്കും ആ സാധനങ്ങളും എല്ലാം കെട്ടിക്കൊണ്ട് പോവാണ്. സാവ് പറഞ്ഞു ഇതുപോലെ ഹരാസ് ചെയ്യാനില്ല. റെജി പറഞ്ഞു എന്നോട് സംസാരിക്കും, ഞാൻ ആ പൈസ നിങ്ങളോട് മേടിച്ചത്, എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. സുജയും റെജി ബിനോയ് ആ ഹരാസ് ചെയ്തെന്ന് എന്നോട് വിളിച്ച് പറഞ്ഞത്. അതുപോലെ ഹരാസ് ചെയ്ത് പോന്നു.